ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ റെഡെല്ലാം ഇട്ടിട്ട് വന്നതാണ് വാലന്റൈൻസ് ഡേക്ക് എന്ന് വിചാരിക്കണ്ട, അങ്ങനെയൊന്നും അല്ല കേട്ടാ. ഇന്നലെയാണ് വാലന്റൈൻസ് ഡേ. ഞാൻ പറഞ്ഞായിരുന്നു വാലന്റൈൻസ് ഡേക്ക് കുറച്ചധികം സെലിബ്രേഷൻ ഉണ്ടാവുമെന്ന്. ഒരു മണ്ണും ഉണ്ടായില്ല കേട്ടാ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ ഡേ ആണെന്ന്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിയാസ്ക ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ലീവ് എടുത്ത് ഹോസ്പിറ്റലിലെല്ലാം പോയി വന്നിട്ട് പിന്നെ അവർക്ക് എന്തോ ജോലി തിരക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് ജോലിയിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നായിരുന്നു. നമ്മൾ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിയാസ്ക ഞാൻ പറഞ്ഞില്ല തിരക്കുള്ള പണിയാണ്, ലീവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ പണിയാട്ടാ. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നിയാസ്ക പോയി. അപ്പോൾ വാലന്റൈൻസ് ഡേൻ്റെ സെലിബ്രേഷനും ഉണ്ടായില്ല, ഗിഫ്റ്റും തന്നില്ല, ഒന്നും തന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ ദേഷ്യം പിടിച്ചിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കുറേ ഗിഫ്റ്റെല്ലാം മേടിച്ച് തരുമായിരുന്നു, ഇപ്പോൾ ഒന്നും തരില്ല എന്ന്. അപ്പോൾ നിയാസ്ക പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ച് തരും, പക്ഷേ ഇന്ന് എനിക്ക് ലീവാക്കാൻ പറ്റൂല, നെക്സ്റ്റ് മേടിച്ച് തരാം കേട്ടോ. നോക്കാം എന്താ ഗിഫ്റ്റ് തരികയെന്ന്. കാരണം നിയാസ്ക ഇപ്പോൾ വേറൊരാളുടെ അണ്ടറിലാണ് പണിയെടുക്കുന്നത്, സ്വന്തം പണിയല്ല കേട്ടോ. അവർ നമ്മളെ ഒരുപാട് പ്രതിസന്ധിയിൽ സഹായിച്ച ഒരാളാണ്. അപ്പോൾ അവരിങ്ങനെ തിരക്കുള്ള പണികളിലുള്ള സമയത്ത് നമ്മൾ അവരെ പറ്റിക്കാൻ പാടില്ല. നിയാസ്കൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് കേട്ടോ. നമ്മളെ പറ്റിക്കാൻ പാടില്ല, നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ അവർ പിടിക്കണത്. അപ്പോൾ പിന്നെ കുറേ ലീവ് ഞാൻ എന്നിട്ട് നിയാസ്കയോട് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഹോസ്പിറ്റലിലേക്ക് എന്ന്. പക്ഷേ നിയാസ്കക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഒരു സമാധാനം കുറവ്, അതുകൊണ്ടാണ് പിന്നെ നിയാസ്കയും കൂടെ തന്നെ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എൻ്റെ 6 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസമായി, 7 മന്തിലേക്ക് അടുക്കുവാണെന്ന് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ലൈറ്റായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി പോയതാണ്. കാണിച്ചു നോക്കുമ്പോൾ എന്താ പറഞ്ഞ ഡോക്ടർ, അങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല 6 മന്തിൽ, കെയർ എടുക്കണം, പിന്നെ ഹീറ്റുള്ളതൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ലാസ്റ്റ് ടൈം 5 മന്തിൽ സ്കാനാക്കിയ സ്കാൻ റിപ്പോർട്ട് നോക്കിയേട്ടാ. നോക്കി കഴിഞ്ഞിട്ട് പിന്നെ സ്കാൻ എടുക്കണോ വേണ്ടേന്ന് അത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ വേണ്ട, ഒരു 3 ഡേയ്സും കൂടി നോക്കാം, പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ബ്ലീഡിങ് വന്നാൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ടാബ്ലറ്റ് തരുത്താന്ന് കേട്ടാ. അതാണ് മഹാവിറ്റ്. എനിക്ക് ടാബ്ലറ്റ് കുടിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാട്ടോ ഞാൻ. അങ്ങനെ ഇന്നലെ ടാബ്ലറ്റ് വന്നപ്പോൾ 30 ടാബ്ലറ്റാണ് ഒരു ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് 30 എണ്ണം എഴുതി. ഇനിയൊന്ന് എനിക്ക് ഇങ്ങനെ ജലദോഷം ഉണ്ടെന്നല്ല, അപ്പോൾ സ്റ്റീം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 എണ്ണം, പിന്നെ എന്തോ ഒരു പെയിനിന് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 30 എഴുതിയ ടാബ്ലറ്റ് ഞാൻ പറഞ്ഞു നിയാസ്കയോട് 10 ടാബ്ലറ്റ് മതി, എനിക്ക് ടാബ്ലറ്റ് കുടിക്കാനാവില്ല. കാരണം ഇപ്പോൾ അയറനും കാൽഷ്യം എല്ലാം ഉണ്ട്. അയറനെല്ലാം ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചതില്ലേ, അപ്പം മേടിച്ച് കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് അതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാൽഷ്യം പിന്നെ ഇടയ്ക്കെല്ലാം കുടിക്കും, പക്ഷെ കുടിക്കുന്നത് ഭയങ്കര ഹാർട്ട് ബേൺ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാനാവില്ല, ഫുള്ള് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിപ്പോയ പോലെ ഒരു ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നെക്സ്റ്റ് ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ വേറെ കമ്പനീൻ്റെ കൊണ്ടുവരുത്തിയിട്ട് തരാം, അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ 30 ടാബ്ലറ്റ് ഉള്ളതിന് 10 ടാബ്ലറ്റ് ആക്കുമ്പോൾ 10 ടാബ്ലറ്റിൻ്റെ പൈസയാണ് 1000 റുപ്യ, 800 സംതിങ് എന്തോട്ടാ. എനിക്ക് ഷോക്കായിപ്പോയി ശരിക്കും. നമ്മൾ 30 ടാബ്ലറ്റ് മേടിക്കുകയാണെങ്കിൽ അത് 3000 റുപ്യ, അതിന് എന്ത് കോസ്റ്റ്ലി അല്ലേ ഹോസ്പിറ്റലിലും. അങ്ങനെ 10 എണ്ണം മേടിച്ചിട്ട് ഇന്നലെ നൈറ്റ് 1 എടുത്ത്, ഇന്ന് ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ. നിയാസ്ക രാവിലെ ഗുളിക എടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന്. കുറച്ച് നേരത്തെ വിളിച്ച് ചോദിച്ചു ഗുളിക എടുത്താൽ ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് എണ്ണി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതൊന്ന് മെല്ലെ തൊളിച്ചിട്ട് ചാടും, എനിക്ക് ഗുളിക എടുക്കാൻ ഭയങ്കര മടിയാട്ടാ. പിന്നെ വേറെന്താ, അങ്ങനെ ഇന്നലത്തെ വാലന്റൈൻ ഡേ കോളമായി. ഞാൻ എന്തെല്ലോ വിചാരിച്ചതായിരുന്നു. ഞാനൊരു നിയാസ്കാക്ക് ഒരു കുട്ടി സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നെല്ലാം വിചാരിച്ചതാണ്. ഞാനത് നിയാസ്കയോട് പറഞ്ഞിട്ടില്ല, എൻ്റെ സൈഡിൽ നിന്ന് ഗിഫ്റ്റ് തരുമെന്നല്ല. പക്ഷെ നിയാസ്ക എന്തായാലും എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ഒന്നും തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് വലിയ ചോക്ലേറ്റ് ഇല്ലേ, ഡയറി മിൽക്കിൻ്റെ. അത് ഏറ്റവും വലിയ ചോക്ലേറ്റ് കൊണ്ടു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിയാസ്ക മേടിച്ചു തരും, അത് മിസ് ചെയ്യൂല. അല്ലാതെ എന്തെങ്കിലും ഡ്രസ്സോ ചെരുപ്പോ തുണിയോ അങ്ങനെയൊക്കെ മേടിച്ചു തരും കേട്ടോ. ജലദോഷം കുറവായിട്ടേ ഇല്ല, പക്ഷെ ഇന്നലെ ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, എപ്പോൾ കിട്ടുമോ നോക്കാം അല്ലേ ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് തരുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം കേട്ടോ.
ഒരു മിനിറ്റ്, എനിക്ക് തുമ്മൽ വരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയ വിശേഷം അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, എൻ്റെ വാലന്റൈൻ ഡേ കോളായ വിശേഷം അത്രയേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചതായിരുന്നു കേട്ടോ. കുറച്ച് സമയം നിയാസ്ക എന്തായാലും പണി വിട്ടിട്ട് വന്നിട്ട് എവിടെ പുറത്തൊന്നും പോകില്ല, അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല ടൈം കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏത് ടൈമിനാണ് പണി വിടുന്നത് ആ സമയത്ത് വന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. നല്ല കെയറിങ് ആണ് പാവം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ട് എനിക്ക് നിയാസ്കൻ്റെ കൂടെ ടൈം സ്പെൻഡ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും ലീവ് ആക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തിരക്കുള്ള പണിയാണെങ്കിൽ നിയാസ്ക ലീവ് ആക്കൂല്ല, ഞാൻ വെറുതെ പറഞ്ഞിട്ട് പറയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അത്യാവശ്യമാണ് നമ്മൾ പണിയെടുക്കുന്നത്, കാരണം കുറേ പൈസേൻ്റെ ചിലവെല്ലാം വരുന്നതല്ലേ. അപ്പോൾ പിന്നെ വെറുതെ ലീവാക്കിയിരുന്നിട്ട് പറയില്ല. പിന്നെ വേറെ കുട്ടിയുടെ 2 പേരും ക്ലാസ് പോയി, നിയാസ്ക പണിക്കും പോയി. ഞാൻ ഒറ്റക്കാണ്, എപ്പോഴും ഇതേ അവസ്ഥ കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ഞാൻ വീഡിയോ ഇടൂല മര്യാദയ്ക്ക്, വീഡിയോ എടുക്കാനും മടിയാണ്. പിന്നെ കുക്കിംഗ് വീഡിയോ എല്ലാം ആദ്യം ഞാൻ എടുക്കണ്ടേ, പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ രീതിയിലാണ് ഞാൻ പിന്നെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നിയാസ്കയാണ് ഇപ്പോൾ കൂടുതൽ എന്നെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആ ഈവനിങ് വ്ളോഗ്, സ്നാക്സ് ഉണ്ടാക്കുന്ന വ്ളോഗൊന്നും ഞാൻ എടുക്കാത്തത്. അത്രയ്ക്ക് റെസ്റ്റ് പറഞ്ഞത് അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ശരീരത്തിനും മനസ്സിനും വിഷമമുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഓടിച്ചാടി നടക്കുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് എന്നുള്ള ആ ഒരു പേരിൽ നമ്മൾ ഇരിക്കപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ ശരിക്കും ദേഷ്യം പിടിക്കും. അതാണ് നമുക്ക് ഏറ്റവും ഈ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വട്ടാവണമെന്ന് അറിയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നിട്ട്. ഞാനെന്നിട്ട് ഇന്ന് രാവിലെ നിയാസ്കയോട് പറഞ്ഞു ഒന്ന് പ്രസവിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ എന്താ, എനിക്ക് നോർമലായിട്ടൊന്ന് ഓടിക്കളിക്കാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നിയാസ്ക ഉള്ള സമയത്തല്ല, നിയാസ്ക ഒന്ന് ശരിക്കും എന്നെ ഒന്ന് ഇങ്ങനെ തുമ്മാൻ വരെ വിടില്ല കേട്ടോ. ആ പ്രഷർ ഇടരുത് എന്ന് അത്രക്കും ഓവർ കെയറാന്ന് എനിക്ക് ചില സമയം തോന്നും കേട്ടോ. പിന്നെ ജലദോഷം വിട്ടപ്പോൾ ഞാൻ സ്റ്റീം എടുത്തിട്ടുണ്ട്, എന്നിട്ടും കുറയുന്നൊന്നുമില്ല കേട്ടോ. നല്ല വെയിലുണ്ട്, ഒറ്റക്ക് ശരിക്കും ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ്. പാവൻ നിയാസ്ക എന്ന് വൈകുന്നേരം വന്നിട്ട് ചോദിക്കും, ഇന്ന് ഫുള്ള് ബോറടിച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് ബോറടി തന്നെ കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത പണിയെല്ലാം ആണെങ്കിൽ നിയാസ്ക ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വരും, അതൊരു ചെറിയൊരു സമാധാനം. TV കണ്ടിരിക്കൂല ഞാൻ. പിന്നെ മൊബൈലിൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈം പാസ് ആക്കുന്നുണ്ടായിരുന്നു, വ്ളോഗ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ അതും ഇല്ല, അതുകൊണ്ട് അതും ഒരു ടൈം പാസ് ഇല്ല. പിന്നെ വേറെ ഇപ്പോൾ ഇന്നൊക്കെ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കുറച്ച് കടികളെല്ലാം ചുട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രഗ്നൻസിയിൽ ക്രേവിങ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട്, പക്ഷേ എനിക്കങ്ങനെ ക്രേവിങ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഭക്ഷണങ്ങൾ കഴിക്കണം എന്നൊക്കെ ക്രേവിങ് ഒന്നുമില്ല. പക്ഷെ അവർ കൊടുത്തയച്ചായിരുന്നു, നല്ല 2-3 ഐറ്റം കടികൾ കൊടുത്തയച്ചായിരുന്നു, വലിയ ഏട്ടൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോറാവുമ്പോൾ അത് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ബോറടി മാറ്റാനുള്ള മെയിൻ ഒരു ആയുധം എന്ന് വെച്ചാൽ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു തല്ലിപ്പൊളി വീഡിയോ എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കും പറയാനില്ല. അപ്പോൾ ബോറാവുമ്പോൾ നിങ്ങളെ കൂടെ വന്നിട്ടൊരു വർത്താനം പറയലെന്ന് എനിക്കിപ്പോഴത്തെ ഒരു ടൈം പാസ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്, പുറത്തൊന്നും നോക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് ചൂട്. കാരണം എൻ്റെ വീട് ഇരിക്കുന്നത് വെയിലിങ്ങനെ ഉദിച്ച് വരുന്ന ആ എതിർവശത്തേക്ക് ബാദലായിട്ടാണ് കേട്ടോ. ശരിക്കും വൈകുന്നേരം വരെ ഇങ്ങനെ ഉദിക്കുന്ന വെയിൽ മൊത്തം ഉള്ളിലേക്കാണ് കൊള്ളുന്നത്. നല്ല ചൂട്, ശരിക്കും എനിക്ക് വട്ട് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഗ്നൻസി, ചൂട്, റെസ്റ്റ്, ടാബ്ലറ്റ്സ്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മിനിഞ്ഞാന്ന് ചോദിച്ചതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടോയെന്നും. മൂഡ് സ്വിങ്സ് മാത്രമേ ഉള്ളൂ, അത് സഹിക്കുന്നത് നിയാസ്കാക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ തന്നെ കുട്ടികളെല്ലാം ചെറിയൊരു കാര്യം എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒട്ടാകെ പൊട്ടിത്തെറിച്ച് ചൂടായി, അയ്യോ ഫുള്ള് സീനാക്കി കളയും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല, ഈ ഉമ്മ എന്താ ഇങ്ങനെ കളിക്കുന്നതെന്ന്. വലിയ മോശിക്ക് ഉമ്മ ഇനി എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുമോ, ഉമ്മ പെട്ടെന്ന് എന്തെങ്കിലും മാറിപ്പോയത്, ഫുള്ള് ഒരു ജാതി റാഷായിട്ടുള്ള സ്വഭാവം. അപ്പോൾ നിയാസ്ക പറഞ്ഞു കൊടുക്കും, അതേ പ്രഗ്നൻസി സമയത്ത് അവർക്ക് ഹാർമോൺ വേരിയേഷൻ എല്ലാം ഉണ്ടാവും, അപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ചെറിയ കുട്ടീനെ പോലെയും ആവും കേട്ടോ. ആ സമയത്ത് നിയാസ്കക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞു വാവനെ പോലെ ആവും ചെയ്യും. അതേപോലെ തന്നെ നിയാസ്ക എന്തെങ്കിലും എന്നോട്, അത് ഞാൻ ചാടിക്കളിക്കേണ്ട സംഭവമേ അല്ലായിരിക്കും, ചെറുങ്ങനെ എന്തെങ്കിലും
ഏതെങ്കിലും ടോപ്പിക് എടുത്ത് പറഞ്ഞാൽ ഞാനത് ഭയങ്കര വലിയ ഇഷ്യൂ ആക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അയ്യേ ഇത് വേണമായിരുന്നോ, ഞാൻ എന്തിനാ ഇങ്ങനെ. നിയാസ്ക മനസ്സിലാക്കും കേട്ടോ മൂഡ് സ്വിങ്സ് ഉണ്ടാവും അതുകൊണ്ടാണെന്ന്. എന്നിട്ട് എന്നോട് പറയൂ, നീ എന്താ ഈ 5-5 മിനിറ്റിന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, എന്താ അപ്പുസരിൻ്റെ അവസ്ഥ, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു 2-3 സെക്കൻഡേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ചെറിയ കുഞ്ഞു ആവളെ പോലെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ പോകുന്ന. മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും ഓരോരുത്തരും പ്രഗ്നൻസി ക്രോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഫേസ് ചെയ്യും. പിന്നെ എനിക്ക് ഈ സമയത്ത് പറയാനുള്ള പ്രത്യേകിച്ച് ഹസ്ബൻഡ്സിനോട് കേട്ടോ. ഹസ്ബൻഡ്സും പിന്നെ ഒരു ഫുൾ എല്ലാവരും കൂടിയിട്ടുള്ള ഫാമിലി ഉണ്ടാവില്ലേ, ജോയിൻറ്റ് ഫാമിലി ഉണ്ടാവില്ലേ, അവർ അങ്ങനെയുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ആക്കുക കേട്ടോ ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ. അവർ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. അവരുടെ ആ സ്വഭാവ മാറ്റവും എടുത്തുചാട്ടവും. ചില ആൾ വെറും കരച്ചിലായിരിക്കും കേട്ടോ. ഞാനല്ല ലൈഫിൽ എനിക്ക് ഒരുപാട്, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ പ്രതിസന്ധികൾ ഫേസ് ആക്കിയിട്ട് വന്ന ആളാണ്. എനിക്കങ്ങനെ കരച്ചിൽ വരുമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സംഗതി നിയാസ്ക പറഞ്ഞാൽ മതി കേട്ടാ, അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ ഫുള്ള് വെള്ളമൊക്കെ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും ഞാൻ. അതെല്ലാം മാറുമായിരിക്കും ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ ഇങ്ങനെ വലിയ ഫാമിലിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രഗ്നൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് അവർക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഓരോരോ ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ചില ആൾക്ക് തോന്നിയപ്പോൾ ഇയാളെന്ത് ഇങ്ങനെ ഒരു ജാതി സ്വഭാവം എന്നൊക്കെ, അത് ഒരു മനഃപൂർവ്വം അല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹസ്ബൻഡ്സ് പ്രത്യേകിച്ചിട്ടും ഭർത്താക്കന്മാർ ഒരുപാട് കെയർ ചെയ്യുക കേട്ടോ. ഈ ഒരു സമയത്ത് ഭാര്യമാരെ അവരെ കൂടുതൽ നേരം തനിച്ചാക്കാതിരിക്കുക. കഴിയുന്ന സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക. അവരെ മനസ്സ് വിഷമിക്കുമ്പോൾ ആ ഒരു വിഷമത്തിലൂടെയാണ് ആ കുഞ്ഞുവാവയും വളർന്നു വരുന്നത്. കാരണം എൻ്റെ 2 ഡെലിവറിയിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത മോൻ്റെ ഡെലിവറിയിലെല്ലാം ഞാൻ ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ മൂത്ത മോനിൽ കാണാനും ഉണ്ട്. കുട്ടികളുടെ ശരീരവും ശരിക്കും ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവരും ആ ഒരു മാനസിക രീതിയിൽ തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടി കൂടുതൽ കെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഹസ്ബൻഡ്മാർ, ഭർത്താക്കന്മാർ ഭാര്യമാരെ വെറുതെ ഈ ഒരു സമയത്ത് ടോർച്ചർ ചെയ്യാതിരിക്കട്ടെ. അവർക്ക് ചെറിയ സംഗതി മതി. അത് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടോ നിങ്ങളെ ഫാമിലിനോട് വെറുപ്പുണ്ടായിട്ടോ അല്ല ആദ്യം വേറെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടോ ഒന്നുമല്ല. ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഒരു ഹാർമോൺ വേരിയേഷൻ കൊണ്ടാണ് കേട്ടോ. അതാണ് പ്രത്യേകിച്ച് ഞാൻ ഹസ്ബൻഡ്സ്മാരോട് പറയാം. അവരെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ 10 പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കല്ലായി. അതിലും നല്ലത് മിണ്ടാണ്ട് മനസ്സിലാക്കിയിരിക്കട്ടെ. എല്ലാ ലേഡീസിനും ഈ സമയത്ത് ഹാർമോൺ വേരിയേഷനും ഈ മൂഡ് സ്വിങ്സും ഇല്ലാത്ത സമയമില്ല കേട്ടോ. അപ്പോൾ അവരെ വെറുതെ കഴിയിപ്പിക്കാതെല്ലാം ഇരിക്കുക. ഓക്കെ, പിന്നെന്താ, നിയാസ്ക നല്ല മനസ്സിലാക്കും കേട്ടോ. മൂഡ് സ്വിങ്സ് ഉള്ളതും ഒക്കെ മനസ്സിലാക്കും നിയാസ്ക. നല്ലൊരു എന്താ പറയുക, കുറേ നേരമായാലും എന്താ പറയാതെ വന്ന് നോക്കുന്നിടക്ക് നിയാസ്ക എന്ത് സംഗതിയും പെട്ടെന്ന് മനസ്സിലാക്കും. അതിനെക്കുറിച്ച് അവർക്ക് ആദ്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ അവരത് പഠിച്ചതുകൊണ്ടോ കണ്ടതുകൊണ്ടോ അല്ല. ഞാൻ ഫസ്റ്റ് തന്നെ അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രഗ്നൻ്റ് ഒക്കെ ആയാൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, സ്വഭാവത്തിന് വേരിയേഷൻ ഉണ്ടാവും, എടുത്തുചാട്ടമായിരിക്കും, കരച്ചിലുണ്ടാവും എന്നൊക്കെ. നിയാസ്ക അതിനൊത്തിട്ടേ നിൽക്കുള്ളൂ കേട്ടോ. അഥവാ ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ വേഗം റൂമിൽ നിന്ന് പുറത്ത് പോകും. ഒരു 5 മിനിറ്റും കൂടി വേണ്ട, അപ്പോഴത്തേക്ക് ഞാൻ ചെറിയ കുഞ്ഞുവാവനെ പോലെ ആവും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ ശരിക്കും. ഇനിയും 3 മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യണം കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട്. അതുവരെ സഹിച്ചേ മതിയാകുള്ളൂ അല്ലേ. മൂഡ് സ്വിങ്സും പെയിനും വോമിറ്റിങ്ങും ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ 6 മന്ത് ക്രോസ് ആകുന്ന സമയം തൊട്ടിട്ട് നമുക്ക് കോൺട്രാക്ഷൻ സ്റ്റാർട്ടാകും കേട്ടോ. അതായത് നമ്മളെ ശരീരം പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണ്. ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ പ്രിപ്പയർ ആവും. അപ്പോൾ ഇടയ്ക്ക് വരുന്ന വേദനയൊക്കെ ഉണ്ടാവും. പ്രഗ്നൻസി ഭയങ്കര റിസ്ക്കാണ് മക്കളെ, റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത്. അതുകൊണ്ട് ഹസ്ബൻഡുമാർ നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഭാര്യമാരെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. മിക്കവാറും നിയാസ്കയും കുട്ടികളെല്ലാം ഒത്തിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഈ പകലെല്ലാം ഇങ്ങനെ ഇരിക്കുകയെല്ലാം മൂടി പിടിച്ചിങ്ങനെ ഇരിക്കുക. നിയാസ്ക വരുമ്പോൾ പിന്നെ ഞാൻ കുറച്ചൊന്ന് ഉഷാറാവും കേട്ടോ. ആ സമയത്ത് ഈ ക്യാമറ എടുത്തിട്ട് പോകാൻ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിയാസ്ക എപ്പോഴും പറയും വീഡിയോ എടുത്തൂടെയെന്ന്. പക്ഷേ നിയാസ്ക ഷൂട്ട് ചെയ്യില്ല കേട്ടോ. ഒരു വീഡിയോ എന്തുകൊണ്ട് നിയാസ്ക ഷൂട്ട് ചെയ്തത്, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം. പിന്നെ ഞാൻ വിചാരിക്കും ആകെപ്പാട് കിട്ടുന്ന സമയത്ത് കൂടെ ഇരിക്കുന്നത് വിട്ടിട്ട് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കളിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നോക്കട്ടെ കേട്ടോ, ഇന്ന് എടുക്കാൻ പറ്റിയാലും എടുക്കാം.
പിന്നെ വേറെന്താ, ഞാൻ വേറെന്തോ പറയാനുണ്ടായിരുന്നല്ലോ, എന്താണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ. ഇന്നൊരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു, എന്താ പറയുക, 7 മന്തിൽ മോം ടു ബി ഒന്നും ഇല്ലേന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, ഒന്നൊന്നും പറയാനാവില്ല, നോക്കാം, ശ്രമിക്കാം. എൻ്റെ ഫ്രണ്ട്സിന് ഒരു 4 പേരെ വിളിച്ചിട്ട് ഒരു ചെറിയ ഒരു കിറ്റി പാർട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് 2 കുട്ടികൾ ഉണ്ടായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം റിക്വസ്റ്റാണ്, കഴിക്കുകയെന്ന്. 3-4 ആളങ്ങനെ ചോദിക്കുന്നുണ്ട്, കഴിക്കുന്നില്ലേ, ഇപ്പോൾ 6 മന്ത് കംപ്ലീറ്റ് ആവാറായി, 7 റണ്ണിങ് ആയില്ലേന്ന്. ഇൻഷാ അള്ളാ കഴിക്കണമെന്നുണ്ട് കേട്ടോ. ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഒരു 4-5 പേരെ വിളിച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് പോലെ ആഗ്രഹമാണ്, നടക്കുമെന്നൊന്നും അറിയില്ല, പ്രാർത്ഥിക്കുന്നുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വലിയ ഉഷാറൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.